ടിക്കറ്റ് ഫിനാലയുടെ 8ാമത്തെ ടാസ്ക് മുഖമുദ്ര ടാസ്കിൽ അവിടെ ജിൻഡോയും അഭിഷേകും തമ്മിൽ വലിയൊരു അടി നടന്നിരുന്നു. പക്ഷെ എപ്പിസോഡിൽ വന്ന സമയത്ത് അതിൽ പല സീനും മുക്കി എന്ന് പറയുന്നതായിരിക്കും സത്യാവസ്ഥ. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. സത്യത്തിൽ ജിൻഡോയെ കയറി ആക്രമിച്ചത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തത് അവിടെ അഭിഷേകാണ്. പക്ഷെ അത് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില കമന്റ്സിലും യൂട്യൂബിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടവരുണ്ടായിരിക്കാം അവിടെ കയറി ജിൻഡോനെ അഭിഷേക് കയറി അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ പലർക്കും അത് മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അഭിഷേകിന്റെ ഫാൻസ് അത് മുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. ആണുങ്ങൾ തമ്മിലാവുമ്പോൾ അങ്ങനെയൊക്കെ അടിയൊക്കെ നടക്കും. അപ്പോൾ അവർ തമ്മിൽ അതിന് ശേഷം വന്ന് കോംപ്രമൈസ് ചെയ്ത് ഹഗ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആൺകുട്ടികൾ, ഇങ്ങനെയാണ് ചുണക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് ഇറക്കുന്നതും അവിടെ ഇതാക്കുന്നതൊക്കെ. പക്ഷേ സത്യത്തിൽ ജിൻഡോക്കിട്ട് പണി കൊടുത്തത് അഭിഷേകാണ്. അഭിഷേക് പിന്നീട് രാത്രി ഇരുന്ന ലൈവിൽ അത് സായിരെടുത്ത് സംസാരിക്കുന്നുമുണ്ട്. ജിൻഡോയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് അവരോട് പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോ ഫാൻസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീൻ അവർ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കൃത്യമായിട്ട് അവിടെ ജിൻഡോന്റെ കഴുത്തിന് പിടിച്ച് വലിച്ച് തറയിലിടുന്നുണ്ട് അഭിഷേക്. സത്യത്തിൽ ജിൻഡോയെ അറ്റാക്ക് ചെയ്ത് ആക്രമിച്ചത് അവിടെ അഭിഷേകാണ്. പക്ഷേ കുറേ പേര് അവിടെ അവർ തമ്മിലുള്ള ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അത് സംഭവിച്ചതാണ്. അതിനുശേഷം അവർ തമ്മിൽ കോംപ്രമൈസ് ആയി, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അത് ആമ്പിള്ളേർ തമ്മിലുള്ള ഒരു വിഷയമാണ്, അത് അവിടെ കഴിഞ്ഞു, അങ്ങനെ ഗെയിം ആവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അഭിഷേക് ഫാൻസൊക്കെ കൊണ്ടുവന്ന് വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ശരിയും തെറ്റും കണ്ടെത്തണമല്ലോ. അവിടെ എല്ലായ്പ്പോഴും അവിടെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു എന്നൊരു മുദ്ര കൊടുക്കുന്നുണ്ട് ജിൻഡോയ്ക്ക്. പക്ഷെ ജിൻഡോ അവിടെ നിരപരാധിയായിരുന്നു. ജിൻഡോ അവിടെ ജസ്റ്റ് സീൽ വെക്കാൻ മാത്രമാണ് അവിടെ പോയത്. പക്ഷെ ആ സീൽ വെക്കുന്നത് തടയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമാണ്. അവിടെ തടഞ്ഞതും പിടിച്ചു വെച്ചതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിച്ചതും എല്ലാം അഭിഷേകായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ അഭിഷേക് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കൈ കഴുകുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ അറ്റാക്ക് ചെയ്തത് അവിടെ ജിൻഡോയാണ് എന്നുള്ള തരത്തിൽ അവിടെ വരുത്തി തീർക്കായിരുന്നു. പക്ഷേ സത്യത്തിൽ അവിടെ ഇപ്പം മണ്ടനായി പോയത് ജിൻഡോയാണെന്ന് പറയേണ്ടി വരും. ജിൻഡോയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല കൃത്യമായിട്ട് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. പ്രേക്ഷകരെയും മണ്ടന്മാരാക്കി ബിഗ് ബോസ് ആ സീൻ മുഴുവൻ എപ്പിസോഡിൽ നിന്ന് മുക്കിയിട്ട്